അടച്ച് എന്താ അറിയണ്ടേ? എല്ലാം അറിയണം. എല്ലാരും വന്നില്ലേ? ഇവിടെ നമുക്ക് കൂടാം. അവർക്കൊരു ബുദ്ധിമുട്ടാക്കി കൊടുക്കലടാ. എല്ലാരും വന്നില്ലേ? ഞാൻ പറഞ്ഞു അതിനെന്താ ചോദിക്കണ? മൂവിമാനോട് അവനോട് അവൻ തുരപ്പനോട് അവനോട് അവനെ ഞാൻ അന്വേഷിക്കുന്നതാണ്. മൈക്കില്ല എന്താ അറിയണ്ടേ? വർഷങ്ങൾക്ക് ശേഷം നിന്റെ ഒരു പടം ഓടിയെന്ന് വന്നാ എല്ലാരും വന്നില്ലേ? നല്ല ചോദ്യങ്ങൾ ചോദിക്കടാ. എന്തായിരുന്നു നിന്റെ പെർഫോമൻസ് നന്നായിരുന്നു പലരും പറഞ്ഞു. ഞാൻ പറഞ്ഞു സ്വാഭാവികം അല്ലേ? കണ്ടപ്പോ തോന്നിയോ? എങ്ങനെയുണ്ട് ആവശ്യം? കൊള്ളാമോ? ഓടാ കാണോ? ആവശ്യം കാണോ? കാണും. ആണോ? ശരിക്കും കൊള്ളാം. തീർച്ചയായിട്ടും. ആര് അടിക്കും? ഇതിപ്പോ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കാണുന്നുണ്ട്. കണ്ടു പറഞ്ഞോ? ഓ വേറെ ഒരു പടത്തിൽ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയ ആണോ? കണ്ടാ ആണോ? അടിപൊളി. ഞാൻ ഇപ്പൊ മെഞ്ഞാന്നായിട്ട് എപ്പോഴും ഒരു മെസ്സേജ് അയച്ചു. അപ്പൊ വിളിച്ച് ഈ ഇന്റർവ്യൂ ബേസിലിനെ പറ്റി ആരും വിവരമൊന്നുമില്ല. ബേസിൽ രാവിലത്തെ ഷോ കണ്ടിട്ട് തകർന്ന്, എന്റെ പെർഫോമൻസ് കണ്ട് തകർന്ന് ഏതോ ഒരു തൃശ്ശൂർ ഭാഗത്ത് ഒരു ലോഡ്ജിൽ റൂം എടുത്തിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. തകർച്ചയിലാണ്. അവനെ കണ്ടുകിട്ടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. കണ്ടുകിട്ടുന്നവര് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. അവൻ ഈ ഇന്റർവ്യൂ കാണുന്നുണ്ടെങ്കിൽ എടാ മോനെ ബേസിലെ തൂക്കിടാ. മകനെ മടങ്ങി വരും. ഇവിടെ ഉണ്ടെങ്കിൽ വരണം കേട്ടോ. കണ്ടല്ലേ? അല്ലടാ എന്തെങ്കിലും ചെറിയ വേഷം കൊടുത്ത് ഒഴിവാക്കിയതാ. പടം കാണാനല്ലേ കാണാത്തൊരു കയറണേ. ഇല്ല നീ അവിടെ പോയിട്ട് എല്ലായിടത്തും നീമ്പോളി തൂക്കിയോ എന്ന് ഞാൻ കേട്ടു. അതിനിടയിൽ ഒരുത്തം നടന്നു വന്നിട്ട് വിഷ്ണു നൈസ് ഇന്റർവ്യൂസ്. ഞാൻ ചോദിക്കണ്ട് വരുന്നവനടുത്തൊക്കെ നീമ്പോളി തൂക്കിയോ. പക്ഷെ പറഞ്ഞവരെല്ലാം പറഞ്ഞു ഫൈനലി ഒരു വിജയിച്ച പടത്തിന്റെ വിജയനായകനാവുന്നതിന്റെ സന്തോഷം ഉണ്ടോ? വർഷങ്ങൾക്ക് ശേഷം ശരിക്കും അത് സത്യം പറഞ്ഞ വർഷങ്ങൾക്ക് ശേഷം എന്റെ കംബാക്ക്. നമ്മുടെ മുത്തല്ലേ? ഞാൻ അതിന്റെ താഴെയില്ല, അശ്വതിന്റെ താഴെ താങ്ക് യു കോക്ക്. പക്ഷെ അശ്വതിന് മനസ്സിലായില്ല ഞാനത് 4 ലൈക്കുള്ളൂ. ആണോ? അയ്യോ. നല്ല ഡയറക്ടേഴ്സ് നല്ല തിരക്കഥയായിട്ട് വന്ന അധ്വാനശീലനായിട്ടുള്ളത് അന്നയും കണ്ടുകൂടെ? ഓൺലി ആസ് ഗുഡ് ആസ് മൈ ലാസ്റ്റ് ഫിലിം അല്ല, ഓൺലി ആസ് ഗുഡ് ആസ് മൈ ഡയറക്ടർ. ഓ അങ്ങനെ ഡയറക്ടർ സെക്ടർ. നാളെ നല്ല ഡയറക്ടറിനോട് അവർക്ക് നമ്മൾ നന്നാവും. അങ്ങനെയേ ഉള്ളൂ. വലിയ ഡയറക്ടേഴ്സ് വിളിക്കട്ടെ അല്ലേ? വിഷുവിന്റെ കാര്യം എന്താ പറയുന്നത്? 12 വർഷം മുന്നേ ഇതുപോലൊരു പെരുന്നാൾ സമയത്ത് 2 പടമാണ്. തട്ടത്തിൻ മറയത്ത്, അന്ന് നമ്മളാണ് 2 നല്ല പടം, ഗംഭീര പടം നമ്മൾ നോക്കി. ചരിത്രം ആവർത്തിക്കും.